പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. നന്ദേട്ടനാണ്, ജെ നന്ദേട്ടനാണ് പ്രേക്ഷകരോട് സംഘത്തെക്കുറിച്ചും സംഘത്തിന്റെ ലക്ഷ്യബോധത്തെക്കുറിച്ചും എല്ലാം തന്നെ സംസാരിച്ചത്. അപ്പോൾ ജിഷ്ണു, നമ്മൾ നന്ദേട്ടൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഇന്നത്തെ ദിവസം ഇവിടെ നന്ദേട്ടൻ ചെയ്തു തന്നു. അപ്പോൾ നന്ദേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളിയായ പ്രചാരക് അദ്ദേഹം നേരത്തെ സംഘത്തിൻ്റെ അഖില ഭാരതീയ ചുമതലയിലിരുന്നു, ഇപ്പോൾ പ്രജ്ഞാപ്രവാഹിൻ്റെ ചുമതലയിലിരിക്കുന്നു. അടുത്തിടെ ഞാൻ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. എത്ര ഭംഗിയായി, എത്ര ആശയ സമ്പുഷ്ടമായി അദ്ദേഹം സംഘത്തിൻ്റെ പ്രവർത്തന പദ്ധതി അവിടെ അവതരിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ മലയാളി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ എന്നൊന്നും നമ്മൾ വിഭജിക്കുകയല്ല. പക്ഷെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ എത്തി ഇത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. അതാണ് നന്ദേട്ടനെ കുറിച്ച് നമുക്ക് ഡൽഹിയിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ്. ഇന്നും വളരെ കൃത്യമായി നന്ദേട്ടൻ പറഞ്ഞു വെച്ചത് അതാണ്. സംഘത്തിന്റെ ലക്ഷ്യം ശ്രേഷ്ഠ ഭാരതമാണ്. ഭാരതം എന്തുകൊണ്ട് ശ്രേഷ്ഠമാകണമെന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും സുഖം ഭവിക്കട്ടെ എന്ന സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനം അത് ഭാരതം എത്രത്തോളം മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തം. അതിന് ഈ ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുമ്പോൾ അപ്പോഴും പറഞ്ഞ് അവസാനിപ്പിച്ച ജെ നന്ദകുമാർ, പ്രജ്ഞാപ്രവാഹിന്റെ അഖില ഭാരത സംയോജക് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. സംഘത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ അതിനുവേണ്ടി. അതാണ് ആ കാണുന്നത്. നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാറാണ് നമ്മുടെ ക്യാമറ ചലിപ്പിക്കുന്നത്. കൃഷ്ണകുമാർ, ആ ശാഖയാണ് ഇവിടെ നാഗ്പൂരിൽ സംഘം പിറന്ന മണ്ണിൽ രേഷംബാഗിൽ നടക്കുന്ന ശാഖയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ജെ നന്ദകുമാർ പറഞ്ഞതുപോലെ, പ്രജ്ഞാപ്രവാഹിന്റെ അഖില ഭാരതീയ സംയോജക പറഞ്ഞതുപോലെ, സംഘത്തിന്റെ 100 വർഷത്തിനിടയിൽ സംഘം എന്തുകൊണ്ട് തകരാതെ പിളരാതെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന്, സംഘം എന്തുകൊണ്ട്, സംഘത്തിന്റെ പ്രവർത്തന പദ്ധതി എന്ത് എന്ന ചോദ്യത്തിന്, സംഘം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ആ കാണുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന മറുപടി അത് ശാഖ എന്നുള്ളതാണ്. ഈ നാഗ്പൂരിന്റെ മണ്ണിൽ, സംഘം രൂപം കൊണ്ട മണ്ണിൽ, രേഷംബാഗിൽ നിന്നും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആ ദൃശ്യങ്ങൾ കൂടിയാണ്. അതിൽ തന്നെ ഉണ്ട് മനോഹാരിത. അതായത് മറ്റൊരു വ്യത്യാസവുമില്ലാതെ സംഘശാഖ എന്നുള്ളത് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടവർക്ക് അല്ലെങ്കിൽ സ്വയംസേവകർക്ക് അത് അറിയാവുന്നതാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് ആ ശാഖയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്നുള്ളത് അതിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സംഘകാര്യത്തിന് വേണ്ടി ഒത്തുചേരുന്നു. മുഖ്യ ശിക്ഷകന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചില തമാശകൾ കൂടിയുണ്ട് ജിഷ്ണു. അതായത് ഈ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ക്യാമ്പയിനൊക്കെ എടുക്കുന്ന ഘട്ടത്തിൽ SFI ഒക്കെ പറയുന്നത്, നിങ്ങളുടെ ശാഖയിൽ ഈ കുറുവടിയും വടിവാളും ഒക്കെ ആയാണ് നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത്, ഈ ഗർഭിണിയെ ആക്രമിക്കുക, മറ്റേ ഈ പരിപാടികളൊക്കെയാണ് നിങ്ങളുടെ കലാപരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ പ്രേക്ഷകർക്ക്, അങ്ങനെ പറഞ്ഞ ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുടെ കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളതാണ്, ശാഖ നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഈ അന്ധൻ ആനയെ കണ്ട പോലെ എന്നൊരു പ്രയോഗമുണ്ട്. അത് പഠിക്കാൻ വന്ന പല പാർട്ടിയിലുള്ള ആളുകളും പിന്നീട് ശാഖയുടെ ചുമതലകൾ വെച്ച കഥകളും നമുക്കറിയാം. അത് അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ അന്ധനാനയെ കണ്ടതുപോലെ മനസ്സിലാക്കാതെ ഈ 100ാം വർഷത്തിൽ, അത് സർസംഘചാലക് മോഹൻ ഭാഗവത് ഡൽഹിയിൽ നടത്തിയ പരിപാടിയിൽ പറഞ്ഞത്, നിങ്ങൾ ശാഖയിലേക്ക് വരൂ, ശാഖ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കൂ, ശാഖയെക്കുറിച്ച് പഠിക്കൂ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്.